ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ മോക്ക് ടെസ്റ്റിന്റെ ഒരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു GK ഹോട്ട് ടോപ്പിക്സിന്റെയും കൂട്ടത്തിൽ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം കുറെ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ് മാത്രമായിട്ട് തരാമോ എന്ന്. അപ്പൊ ഇത് മോക്ക് ടെസ്റ്റ് മാത്രമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 199 രൂപയാണ് മോക്ക് ടെസ്റ്റിന്റെ ചാർജ്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് പറയാം, നിങ്ങൾ ഒന്ന് കേട്ടിരിക്കണേ, എന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം വരില്ലല്ലോ. അപ്പൊ ഈ മോക്ക് ടെസ്റ്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫുൾ GK ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അങ്ങനെ ഒരു 70 മാർക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 2021 തൊട്ട് 26 വരെ ചോദിച്ചിട്ടുള്ള 55 ഹോട്ട് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് ഫസ്റ്റിലെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതൊരു 23 ദിവസങ്ങളായിട്ട് 23 മോക്ക് ടെസ്റ്റുകളാണ്. ടോപ്പിക്സിന്റെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടായിരിക്കും ആ മോക്ക് ടെസ്റ്റ് തന്നിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ കംപ്ലീറ്റഡ് ആണ്. അത് ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് അത് ഫുൾ ആയിട്ട് കിട്ടും. ദെൻ ഫുൾ GK കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷിന്റെ മോക്ക് ടെസ്റ്റ് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഏപ്രിൽ 13 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ UPSCയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇപ്പം സ്ഥിരം PSCക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ആ ചോദ്യങ്ങളും PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളും കൂടെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉൾപ്പെടെയാണ് മോക്ക് ടെസ്റ്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിനെല്ലാം തന്നെ ടൈം ടേബിളും ഉണ്ടായിരിക്കും. ഹോട്ട് ടോപ്പിക്സിനും ഉണ്ട്, ഇപ്പൊ തുടങ്ങാൻ പോകുന്ന മോക്ക് ടെസ്റ്റ് സീരീസിനും ഒരു ടൈം ടേബിൾ ഉണ്ട്. എല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു 199 രൂപ ഫുൾ മോക്ക് ടെസ്റ്റ് സീരീസിനാണ്. അതുപോലെ മെയ് 2 എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് 2 റിലേറ്റഡ് ഫാക്ട്സിന്റെ ഒരു PDF തരുന്നതായിരിക്കും. അതുപോലെ നെക്സ്റ്റ് ഫേസിന്റെയും തരുന്നതായിരിക്കും. എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഫസ്റ്റ് ഫേസ് അല്ലല്ലോ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഇനി അടുത്തൊരു ചോദ്യം എല്ലാവരും വന്ന് ചോദിക്കുന്നത് ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ UPSCയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ചിലതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കിയെല്ലാം തന്നെ ഈ ഒരു മോഡലാണ്. അതായത് മോക്ക് ടെസ്റ്റ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. ആദ്യം ഇംഗ്ലീഷ്, ദെൻ അതിന്റെ മലയാളം വേർഷൻ. ഇങ്ങനെ ആയിരിക്കും മോക്ക് ടെസ്റ്റിന്റെ രീതി. ഇംഗ്ലീഷും അതിന്റെ മലയാളവും ഈ രീതിയിലായിരിക്കും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ആൻസർ നോക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ രീതിയിൽ പോകുന്നു. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ആൻസർ ചെക്ക് ചെയ്യാം. എന്നിട്ട് ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് വീക്ക്, ഏത് ഏരിയ ആണ് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ലാസ്റ്റ് സമയങ്ങളിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മെയിൻസ് കഴിയുന്നിടം വരെ ആയിരിക്കും ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. പ്രിലിംസോട് കൂടിയിട്ട് മോക്ക് ടെസ്റ്റ് തീരില്ല. അതായത് മോക്ക് ടെസ്റ്റ് നമ്മൾ അൺഅവൈലബിൾ ആക്കില്ല, അവിടെ തന്നെ ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റിന്റെ ഇതുവരെ ഇനി ഇടാൻ പോകുന്ന ഫുൾ ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ ഉണ്ടായിരിക്കും ഡിസംബർ മാസം വരെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.